സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഒരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കാണ്. അതായത് നമ്മുടെ യൂണിവേഴ്സ് അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ഈ നേച്ചർ അല്ലെങ്കിൽ റിയാലിറ്റി, ഇതിൻ്റെയൊക്കെ ശാസ്ത്ര സത്യം എന്താണ്, അതിനെക്കുറിച്ചൊരു ജസ്റ്റ് ഒരു എക്സ്പ്ലനേഷൻ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ബേസിക്കലി നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് സ്ട്രിംഗ് തിയറിയെ കുറിച്ചായിരിക്കും. ആദിമ മനുഷ്യർ പണ്ട് കാട്ടുതീ കണ്ടപ്പോൾ അതൊക്കറിയില്ലായിരുന്നു അതെങ്ങനെ ഉണ്ടായെന്ന്. അപ്പോൾ അതിന് ഓരോ കഥകൾ മെനഞ്ഞെടുത്തു. ഇങ്ങനെ പണ്ട് തൊട്ടേ ഉള്ള ഓരോ കാര്യങ്ങൾക്കും, അതായത് നമുക്ക് മിസ്റ്ററിക്കലായിട്ടുള്ള ഓരോ കാര്യങ്ങൾക്കും നമ്മൾ ഓരോ കഥകൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. നമ്മുടെ മനുഷ്യർക്ക് കിട്ടിയ ഏറ്റവും ഒരു കഴിവാണ് ഏതൊരു കാര്യം കണ്ടാലും അത് ലോജിക്കലായിട്ട് റീസൺ ചെയ്യുക എന്നുള്ളത്. അതിൻ്റെ എന്താണ് അതിൻ്റെ ശാസ്ത്രീയ അടിസ്ഥാനം കണ്ടെത്തുന്നത്. ഇങ്ങനെ കുറേ കാര്യങ്ങൾക്ക് നമ്മൾ കുറേ തിയറീസ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇത് ചിലത് നമ്മൾ പ്രിസർവ് ചെയ്യും, ചിലത് ആക്ച്വലി അത് അവോയ്ഡ് ചെയ്യും. ഇങ്ങനെ ഉണ്ടായ ഒരു തിയറിയാണ് സ്ട്രിംഗ് തിയറി. നമ്മുടെ തിയറി ഓഫ് എവറിത്തിങ്, നമ്മൾ ഈ കാണുന്ന ഈ ഭൂലോക പ്രപഞ്ചം അല്ലെങ്കിൽ കാണുന്ന എല്ലാ കാര്യങ്ങളിലും ഉള്ളൊരു തിയറി. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് കുറേ സയൻറ്റിസ്റ്റുകൾ, കുറേ ഫിസിസിസ്റ്റ് ആക്ച്വലി ഈ ഒരു സ്ട്രിംഗ് തിയറി രൂപകൽപ്പന ചെയ്തത്. ഇത് മാത്തമാറ്റിക്കലി കറക്റ്റ് ആണെങ്കിലും നമുക്ക് ഒരു എക്സ്പെരിമെന്റിലും പ്രൂവ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. പതിനാറാം നൂറ്റാണ്ട് കാലത്താണ് നമ്മൾ മൈക്രോസ്കോപ്പ് കണ്ടുപിടിച്ചത് അല്ലേ. മൈക്രോസ്കോപ്പ് കണ്ടുപിടിച്ചപ്പോൾ അത് ഭയങ്കര അത്ഭുതമായിരുന്നു. നമുക്ക് എല്ലാ ജീവികളുടെയും അതിൻ്റെ ഉള്ളടക്കം കാണാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ നമ്മൾ ഓരോ ജീവികൾ കാണുമ്പോൾ അറിയാം ആ ജീവികളിലേക്ക് ബേസിക് ഘടകം എന്താണെന്ന്. ഓരോ ജീവികൾക്കും ഉണ്ടാക്കിയിരിക്കുന്ന സെൽസ് വെച്ചാണ്. ആ സെല്ലിൻ്റെ അകത്ത് ന്യൂക്ലിയസ് ഉണ്ട്, ന്യൂക്ലിയസിൻ്റെ അകത്ത് ക്രോമസോംസ് ഉണ്ട്, അതിൻ്റെ അകത്ത് DNA ഉണ്ട്. ഈ DNA സ്ട്രാൻഡ്സ് തന്നെ നോക്കിയാൽ തന്നെ അറിയാം അതിനകത്ത് കാർബണും അല്ലെങ്കിൽ ബാക്കിയുള്ള ആറ്റംസിൻ്റെ കുറേ ബോൺസ് ആണ്, CTAG എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഈ ആറ്റംസ് ആണ് ബേസിക് ബിൽഡിംഗ് യൂണിറ്റ് അല്ല. ആറ്റത്തിൻ്റെ അകത്ത് ന്യൂക്ലിയസ് ഉണ്ട്, ന്യൂക്ലിയസ് ചുറ്റും ഇലക്ട്രോൺ സ്പിൻ ചെയ്യുന്നുണ്ട്. ഈ ന്യൂക്ലിയസിനകത്ത് പ്രോട്ടോൺസും ന്യൂട്രോൺസും ഉണ്ട്. അപ്പം നമ്മൾ വിചാരിക്കും ഈ പ്രോട്ടോൺസും ഇലക്ട്രോൺസും ഒക്കെയാണ് ബിൽഡിംഗ് യൂണിറ്റ് എന്ന്. പക്ഷേ അതുമല്ല. ഇതിനുശേഷം കുറേ എലമെന്ററി പാർട്ടിക്കിൾസിനെ കണ്ടുപിടിച്ചിട്ടുണ്ട്, ലെപ്റ്റോൺസ്, ബോസോൺസ്, ഗ്ലൂവോൺസ് എന്നൊക്കെ. അപ്പോൾ ഇതൊക്കെ എങ്ങനെ നമുക്ക് മനസ്സിലായി? അപ്പോൾ അങ്ങനെ ഈ സബ് ആറ്റോമിക് പാർട്ടിക്കിൾസ് നമുക്ക് കാണാനേ പറ്റില്ല. പക്ഷെ നമുക്ക് എക്സ്പെരിമെന്റിൽ പ്രൂവ് ചെയ്യാൻ പറ്റും ഇങ്ങനെയുള്ള പാർട്ടിക്കിൾസ് ഉണ്ടെന്നുള്ളത്. നമുക്ക് എങ്ങനെ ഒബ്ജക്റ്റ് കാണാൻ പറ്റുക? ആ ഒബ്ജക്റ്റ് കാണണമെങ്കിൽ നമ്മുടെ ലൈറ്റ് റേസ്, അതായത് ലൈറ്റ് റേസ് ആ ഒബ്ജക്റ്റിൽ പോയി ടച്ച് ചെയ്യുക, അതൊന്ന് റിഫ്ലക്ട് ചെയ്ത് നമ്മുടെ ബ്രെയിൻ സെൻസ് ചെയ്യുമ്പോൾ മാത്രമേ, അതായത് ആ ഒപ്റ്റിക്കൽ വേവ്സ് ലൈറ്റ് ബ്രെയിൻ സെൻസ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ആ ഒബ്ജക്റ്റ് കാണാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ആ ഒരു വേവ് ലെന്തുള്ള ഒരു ലൈറ്റ്, അതായത് ഇത്രയും വേവ് ലെന്ത് ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇങ്ങനെ സബ് ആറ്റോമിക് പാർട്ടിക്കിൾ ഉള്ളപ്പോൾ ആ വേവ് ലെന്ത് ഒരിക്കലും ഇലക്ട്രോൺസ് ഹിറ്റ് ചെയ്യത്തില്ല. അപ്പോൾ ആ ഒബ്ജക്റ്റിൽ റിഫ്ലക്ട് ചെയ്യുന്ന ലൈറ്റ് നമ്മുടെ ബ്രെയിൻ സെൻസ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ആ ഒബ്ജക്റ്റിനെ കുറിച്ചുള്ള ഐഡിയ കിട്ടത്തുള്ളൂ. പക്ഷേ സബ് ആറ്റോമിക് പാർട്ടിക്കിളിൻ്റെ കാര്യം അങ്ങനെയല്ല. ആ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ്റെ വേവ് ലെന്ത് അത്ര വലുതാണ് വിത്ത് റെസ്പെക്ട് ടു ആ പാർട്ടിക്കിൾ. അപ്പോൾ ഒരിക്കലും ആ ഒരു വേവ് ആ പാർട്ടിക്കിളിലേക്ക് ഹിറ്റ് ചെയ്യത്തില്ല. അങ്ങനെ ഹിറ്റ് ചെയ്യാത്തതുകൊണ്ട് നമുക്ക് ആ ഒബ്ജക്റ്റ് എന്താണെന്ന് അറിയാനും പോലും പറ്റില്ല. അപ്പോൾ എന്താ ചെയ്യുക? അപ്പോൾ നമ്മൾ ഇങ്ങനെ വേവ് ലെന്തുള്ള ഒരു ഒബ്ജക്റ്റിൻ്റെ വേവ് ലെന്ത് കുറയ്ക്കാൻ നോക്കുക. അപ്പോൾ നമ്മൾ അതിൻ്റെ ഫ്രീക്വൻസി കൂട്ടുക. അപ്പോൾ ഏറ്റവും വലിയ വേവ് ലെന്ത് ഭയങ്കര കംപ്രസ്ഡ് ആവും. ഇങ്ങനെ വേവ് ലെന്ത് കംപ്രസ്ഡ് ആകുമ്പോൾ അതിൻ്റെ എനർജി ഭയങ്കരമായിട്ട് കൂടും അല്ലേ. അപ്പോൾ ഇങ്ങനെ ഇത്ര എനർജിയിലുള്ള വേവ് ലെന്തുള്ള ഒരു വേവ് നമ്മൾ ആ പാർട്ടിക്കിളിനെ ഹിറ്റ് ചെയ്യുമ്പോൾ ആ പാർട്ടിക്കിളിൻ്റെ പൊസിഷൻ മാറാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ എപ്പോഴും പണ്ട് സയൻസിൽ പഠിച്ച ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. അതായത് ആ ഒരു ഒബ്ജക്റ്റിനെ കാണുമ്പോൾ നമ്മൾ അത്രയും എനർജി കൊടുക്കുമ്പോൾ ഒബ്ജക്റ്റ് അവിടെ റിഫ്ലക്റ്റ് ആവും. അപ്പോൾ ഇത് നേരത്തെ പറഞ്ഞ കാര്യമില്ലേ, അതായത് നമ്മുടെ ഓരോ ഒബ്ജക്റ്റും അല്ലെങ്കിൽ നമ്മുടെ എല്ലാ ശരീരമൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് ആ ഒരു ആറ്റംസ് വെച്ചാൽ. അപ്പോൾ ആറ്റത്തിനകത്ത് സബ് ആറ്റോമിക് പാർട്ടിക്കിളായ ഈ ബോസോൺസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ എലമെന്ററി പാർട്ടിക്കിൾസിന്റെ പൊസിഷനും വെലോസിറ്റി ഒന്നും കണ്ടുപിടിക്കാൻ പറ്റാത്തതുകൊണ്ട് ഈ പ്രിൻസിപ്പിൾ പറയുന്ന പോലെ നമുക്കൊരിക്കലും അതിന്റെ ട്രൂ നേച്ചർ അറിയാൻ പറ്റുകയില്ല. അതുകൊണ്ട് നമ്മുടെ യൂണിവേഴ്സിന്റെ നേച്ചർ എന്താണെന്ന് പോലും നമുക്കൊരു ക്ലിയർ കട്ട് ഐഡിയ അവിടെ ഉണ്ടാവുന്നില്ല. അങ്ങനെ പക്ഷേ ഈ എലമെന്ററി പാർട്ടിക്കിൾസ് നമുക്ക് കാണാൻ പറ്റില്ലെങ്കിലും പക്ഷേ ഇതിന് ഭയങ്കര ആപ്ലിക്കേഷൻസ് നമ്മൾ മാത്തമാറ്റിക്കലി പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതായത് ക്വാണ്ടം ഫിസിക്സ്. ഈ ക്വാണ്ടം ഫിസിക്സ് പറയുന്നത് വെച്ചാൽ എല്ലാ പാർട്ടിക്കിൾസും നമുക്കൊരു പോയിന്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ അങ്ങനെ മാത്തമാറ്റിക്കൽ തിയറീസ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ റിയൽ ലൈഫിൽ കുറേ ആപ്ലിക്കേഷൻസ് ഇതിന് കിട്ടുന്നുണ്ട്. ഉദാഹരണത്തിന് മാഗ്നറ്റിക് ലെവിറ്റേഷൻ, അതായത് മാഗ്ലെവ് ട്രെയിൻസ് ഉണ്ട്, പിന്നെ MRI സ്കാനിങ്, പിന്നെ അത് മാത്രമല്ല സൂപ്പർ കമ്പ്യൂട്ടേഴ്സ്, ഇതെല്ലാം ഉപയോഗിക്കുന്ന ക്വാണ്ടം തിയറീസ് ആണ്. അപ്പോൾ ഈ ക്വാണ്ടം തിയറീസ് വെച്ച് തന്നെ ഇലക്ട്രോണിന്റെ ക്ലൗഡും ആ ഇലക്ട്രോണിന്റെ ഒരു പ്രോബിലിറ്റി എല്ലാം നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓരോ ഇലക്ട്രോണിനും മാസും ചാർജും ഉണ്ട്. അപ്പോൾ ഇതെല്ലാം വെച്ചിട്ട് നമുക്ക് ഏകദേശം എന്ന് വെച്ചാൽ ഒരു ഇത്രയും ഒരു ആക്യുറസിയിൽ നമുക്കെല്ലാം പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെ നമുക്ക് റിയൽ ലൈഫ് ആപ്ലിക്കേഷൻസ് ഒരുപാടുണ്ട് ക്വാണ്ടം ഫിസിക്സ് വെച്ചിട്ട്. പക്ഷേ പ്രശ്നം വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഗ്രാവിറ്റി. അതായത് നമുക്കറിയാം ഗ്രാവിറ്റി എല്ലാ പാർട്ടിക്കിൾസിനും എഫക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഗ്രാവിറ്റി വരുമ്പോഴാണ് നമുക്ക് ഈ സ്റ്റാൻഡേർഡ് മോഡൽ, അതായത് ക്വാണ്ടം ഫിസിക്സ് ഫെയിൽ ആവുന്നത്. അപ്പോൾ അങ്ങനെ ഗ്രാവിറ്റി ഒരു വലിയ സംഭവം. അതുകൊണ്ടാണ് ഗ്രാവിറ്റി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇക്വേഷൻസ് ഒന്നും ഇങ്ങനെ ഉപയോഗിക്കാൻ പറ്റാത്തത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു സ്റ്റേജ് പോലെ, ഇപ്പോൾ റിയാലിറ്റി ഒരു സ്റ്റേജ് ആണെങ്കിൽ ഇത് ഗ്രാവിറ്റിയാണ് പ്ലാറ്റ്ഫോം. ഇതിനകത്ത് നമ്മളെല്ലാ പാർട്ടിക്കിൾസും ഓരോ ആക്ടേഴ്സ് ആണ്. അപ്പോൾ ഗ്രാവിറ്റിക്ക് എന്തെങ്കിലും ഇൻഫ്ലുവൻസ് വേണം. അപ്പോൾ ഈ ഗ്രാവിറ്റി ഈ ക്വാണ്ടം ഫിസിക്സ് വെച്ച് പ്രൂവ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അല്ലെങ്കിൽ ഈ ഇക്വേഷൻസ് എല്ലാം ഇങ്ങനെ കൊളാപ്സ് ആവുകയും ചെയ്യുള്ളൂ.
അങ്ങനെ ഈ കൊളാപ്സ് ആവാനുള്ള മെയിൻ കാര്യം എന്ന് വെച്ചാൽ എന്താ അറിയാമോ, അതായത് ബാക്കിയുള്ള ഫോഴ്സ്, അതായത് വീക്ക് ഫോഴ്സ്, പിന്നെ ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്, പിന്നെ സ്ട്രോങ് ഫോഴ്സ്, ഇതെല്ലാം ക്യാരി ചെയ്യുന്ന പാർട്ടിക്കിൾസ് ആണ്. വീക്ക് ഫോഴ്സ് ആണെങ്കിൽ ബോസോൺസ് ഉണ്ട്, ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് ആണെങ്കിൽ ഫോട്ടോൺസ് ഉണ്ട്, സ്ട്രോങ് ഫോഴ്സ് ആണെങ്കിൽ ഗ്ലൂവോൺസ് ഉണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ ഫോഴ്സ് പോലെ ആക്ച്വലി ഗ്രാവിറ്റി ഒരു പാർട്ടിക്കിൾ വെച്ച് ഡിറ്റർമിൻ ചെയ്യുന്ന ഫോഴ്സ് അല്ല, അതൊരു ഫീൽഡാണ്. ഈ ഗ്രാവിറ്റിൻ്റെ ഒരു സ്പേസ് ടൈം റാപ്പാണ്. ഒരു ഷീറ്റ് പോലെ ഇങ്ങനെ സ്പേസ് ടൈം ബെൻഡ് ആവുന്ന പോലെ ഐൻസ്റ്റീൻ്റെ റിലേറ്റിവിറ്റി പറയുന്ന ഒരു ഫോഴ്സാണ് ഗ്രാവിറ്റി. അപ്പോൾ ഒരിക്കലും നമുക്ക് ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ച് ഗ്രാവിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുകയില്ല. അപ്പോൾ അങ്ങനെ ഈ സ്റ്റാൻഡേർഡ് മോഡലും പിന്നെ ഗ്രാവിറ്റി മോഡലും ഒരിക്കലും കമ്പൈൻ ചെയ്ത് പോകത്തില്ല. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കുക, ഒരു തിയറി ഉണ്ടെങ്കിൽ, അതായത് ഗ്രാവിറ്റിയും പിന്നെ സ്റ്റാൻഡേർഡ് മോഡലും ഇതിനോട് കമ്പൈൻ ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന തിയറി ഉണ്ടെങ്കിൽ ദാറ്റ് ഇസ് എ തിയറി ഓഫ് എവറിത്തിങ്. അങ്ങനെ ഈ തിയറി ഓഫ് എവറിത്തിങ്ങിന് വേണ്ടി കുറേ സയന്റിസ്റ്റുകൾ അറ്റംപ്റ്റ് ചെയ്തു. ചിലപ്പോൾ ഒരു പോയിന്റ് അല്ല, ചിലപ്പോൾ ലൈൻ അല്ല, എന്തായിരിക്കും നമുക്ക് പാർട്ടിക്കിൾസ് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ദെൻ അവരൊരു കൺക്ലൂഷൻ എത്തി, അതൊരു സ്ട്രിങ് ആയാലോ എന്ന്. അതായത് ഇങ്ങനൊരു സ്ട്രിങ് ആണെങ്കിൽ ഈ സ്ട്രിങ്ങിന് ആക്ച്വലി ഒരു പ്രത്യേകതയുണ്ട്, അതായത് ഇതിന് പല വൈബ്രേഷൻ അല്ലെങ്കിൽ പല മോഡിൽ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് എല്ലാ പാർട്ടിക്കിൾസും, അതായത് നമ്മുടെ എലമെന്ററി പാർട്ടിക്കിൾസ് ആയാലും ഈവൻ ഗ്രാവിറ്റി വരെ ഈ സ്ട്രിങ് തിയറി വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് സ്ട്രിങ് തിയറിക്ക് ഇത്രമാത്രം ഒരു പ്രോമിനന്റ് ആയിട്ട് വന്നു തുടങ്ങിയത്. അങ്ങനെ സ്ട്രിങ് തിയറി കുറച്ച് എസ്റ്റാബ്ലിഷ് ആയപ്പോഴത്തേക്ക് എല്ലാ ഫണ്ടമെന്റൽ ഫോഴ്സസും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റി. വീക്ക് ഫോഴ്സ് ആയാലും ന്യൂക്ലിയർ ഫോഴ്സ് ആയാലും ഏതൊരു ഫോഴ്സ് ആയാലും ഇവന് ഗ്രാവിറ്റി വരെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റി. അതുകൊണ്ട് ഈ ഒരു സ്ട്രിങ് തിയറി ഉണ്ടാക്കിയ ഹൈപ്പ് വളരെ വളരെ അധികമാണ്. അങ്ങനെ ഇത്ര ഹൈപ്പോട് നിൽക്കുമ്പോഴും സ്ട്രിങ് തിയറിക്കും കുറച്ച് പോരായ്മകളുണ്ടായിരുന്നു. അതായത് നമ്മളറിയാലോ, നമുക്കിപ്പോൾ ജീവിക്കുന്ന 3 സ്പേഷ്യൽ ഡയമെൻഷനിലാണ്, എക്സ്, വൈ, ഇസഡ്, പിന്നെ ടൈം ഒരു ഡയമെൻഷനാണ്. പക്ഷേ സ്ട്രിങ് തിയറി എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമുക്ക് ഈ 3 ഡയമെൻഷൻ പോരാ. പക്ഷേ ഈ സ്ട്രിങ് തിയറി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ നമുക്ക് 10 ഡയമെൻഷൻ വേണം. ഇവിടെ 3 ഡയമെൻഷൻ ആലോചിച്ചപ്പോൾ നമുക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ 10 ഡയമെൻഷൻ്റെ കാര്യം ഒന്ന് ആലോചിച്ചൊക്കെ അപ്പോൾ മനസ്സിലാകും ഈ സ്ട്രിങ് തിയറി എത്രമാത്രം കോംപ്ലക്സ് ആവുന്നത്. അതുകൊണ്ടായിരിക്കും ഇത് എക്സ്പ്ലെയിൻ ചെയ്യാനും വലിയ പാട്. അപ്പോൾ നമ്മൾ 10 ഡയമെൻഷൻ്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ ഈ സ്ട്രിങ് തിയറി എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി സയന്റിസ്റ്റിന് ഒരു മോഡൽ യൂണിവേഴ്സ് ഉണ്ടാക്കി 10 ഡയമെൻഷനിൽ. പക്ഷെ അങ്ങനെ 10 ഡയമെൻഷനിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പിന്നെ അവർ തിയറിറ്റിക്കലായിട്ട് ബാക്കിയുള്ള 7 ഡയമെൻഷനും അവോയ്ഡ് ചെയ്യാൻ നോക്കി. അങ്ങനെ നമ്മുടെ ഇപ്പോഴുള്ള 3 ഡയമെൻഷൻ കൊണ്ടെത്തിക്കാൻ നോക്കി. പക്ഷേ ഇങ്ങനെ കുറേ സയന്റിസ്റ്റുകൾ വർക്കൗട്ട് ചെയ്തപ്പോഴും അവരെല്ലാം ഫെയിൽ ആവുകയാണ് ചെയ്യുന്നത്. പിന്നെ അത് മാത്രമല്ല, അവർ തിയറിറ്റിക്കലി പ്രൂവ് ചെയ്ത പല കാര്യങ്ങളും നമുക്ക് എക്സ്പെരിമെന്റിലും ഇതുവരെയായിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇത്രയും കൊട്ടിയാഘോഷിക്കപ്പെട്ട സ്ട്രിങ് തിയറി എക്സ്പെരിമെന്റലായിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അതിന്റെ ഉപയോഗം എന്താ? സ്ട്രിങ് തിയറി തന്നെ ഫെയിൽ ആവുകയല്ലേ? നമുക്കറിയാലോ, സയൻസ് എന്ന് പറയുന്ന ഒരു തിയറി ഉണ്ടാവണം. ആ തിയറിറ്റിക്ക് ആക്ച്വലി ഒരു എക്സ്പെരിമെന്റലായിട്ട് അതിനെ പ്രൂവ് ചെയ്യാൻ പറ്റണം. എന്നാൽ മാത്രമേ അത് വാലിഡ് ആവത്തുള്ളൂ. അങ്ങനെ സ്ട്രിങ് തിയറി വാലിഡ് അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഡിസ്കാർഡ് ചെയ്ത് കളഞ്ഞിടാം. നമുക്കത് ഉപയോഗിക്കേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷെ അവിടെ നോക്കേണ്ടത് നമുക്കത് എങ്ങനെ ഉപയോഗിക്കാൻ അറിയാൻ പറ്റും എന്ന് നോക്കുമ്പോഴാണ്. ഉദാഹരണത്തിന് അറിയാലോ, ഫിസിക്സ് ബേസ് ചെയ്തത് മാത്സിലാണ്. 2 × 2 4 ആണ്. അതിപ്പം ആര് പറഞ്ഞാലും നമുക്ക് മാത്തമാറ്റിക്കലി പ്രൂവ് ചെയ്യാൻ പറ്റും. ഇതേപോലെയാണ് സ്ട്രിങ് തിയറിയിലെ മാത്സും. സ്ട്രിങ് തിയറിയിലെ മാത്സ് ആക്ച്വലി മാത്തമാറ്റിക്കലി പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു കോൺസെപ്റ്റാണ്. അങ്ങനെ ഇങ്ങനെ മാത്തമാറ്റിക്കലി പ്രൂവ് ആയിട്ടുള്ള സ്ട്രിങ് തിയറി ആക്ച്വലി എല്ലാ സയന്റിസ്റ്റുകളും വർക്കൗട്ട് ചെയ്യാണ്. ലോകത്തുമ്പോഴുള്ള എല്ലാ സയന്റിസ്റ്റുകളും ഇതിന്റെ മാത്തമാറ്റിക്കൽ അല്ലെങ്കിൽ ഫിസിക്സുമായിട്ട് റിലേഷൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാമല്ലോ, ഇപ്പം നമ്മൾ പണ്ടൊക്കെ ഓരോ എക്സ്പെരിമെന്റും ചെയ്തിട്ടാണ് പലപ്പോഴായിട്ട് അത് അഡ്വാൻസ്ഡ് സിവിലൈസേഷൻ എത്തിയത് തന്നെ. ഇപ്പോൾ ഒരു പട്ടം പറത്തലിലൂടെയാണ് നമ്മൾ പ്ലെയിനെ കുറിച്ച് ആലോചിച്ചതും ബാക്കിയുള്ള പല കാര്യങ്ങളും എത്തിയതും. അങ്ങനെ ഈ പറഞ്ഞ പോലെ എല്ലാ തിയറീസിനും ഒരു ബിഗിനിങ് ഉണ്ടായിരുന്നു. എല്ലാ തിയറീസും ആദ്യം സ്റ്റാർട്ടിങ് മാത്തമാറ്റിക്സ് ആയിരുന്നു, പിന്നെ ഇത് ഫിസിക്സോട് റിലേറ്റ് ചെയ്യാൻ ഉണ്ടായത്. ചിലപ്പോൾ സ്ട്രിങ് തിയറീസ് നമുക്ക് ഫ്യൂച്ചറിൽ വേം ഹോളും ബ്ലാക്ക് ഹോളും വരെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയെന്ന് വരാം. അതുകൊണ്ടാണ് ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്ട്രിങ് തിയറി കോൺസെപ്റ്റിലാണ് ആക്ച്വലി പല വൈബ്രേഷൻസ് വെച്ച് ഇപ്പോഴും ആൾക്കാർ ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയും നേരം നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായി വിചാരിക്കുന്നു. കാരണം ഇതൊരു ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ടോപ്പിക്കാണ്. 10 ഡയമെൻഷൻ വരെ എടുക്കും എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി. ഇതുപോലെ കുറേ കോംപ്ലിക്കേറ്റഡും പിന്നെ അത് സിമ്പിളാക്കാൻ ഞങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. കൂടുതൽ അപ്ഡേറ്റ്സിനായി ഞങ്ങളുടെ ചാനൽ വീക്കെൻഡ് റൂൾസ് സബ്സ്ക്രൈബ് ചെയ്യൂ. പിന്നെ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജും പോയി ചെക്ക് ചെയ്യൂ. ഇനിയും ഇതുപോലുള്ള കുറേ വീഡിയോസുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. സോ ടിൽ ദെൻ, ഇറ്റ്സ് മീ വിഷ്ണു സൈനിങ് ഓഫ്. നമുക്ക് ഒരുമിച്ച് പഠിക്കാം.